എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബുള്ളറ്റ് സ്റ്റാൻഡേർഡിലോട്ട് കൺവേർട്ട് ചെയ്തൊരു ഇലക്ട്ര, അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ ഈ വണ്ടിക്ക് എന്തൊക്കെ സ്പെയർ പാർട്സ് വേണ്ടി വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ പണികളാണ് ചെയ്തിട്ടുള്ളത്, A to Z കാര്യങ്ങൾ വിത്ത് പ്രൈസാണ് പറയാൻ പോകുന്നത്. സോ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് എത്രയാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആയെന്നും മനസ്സിലാകും. സോ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണാൻ മറക്കണ്ട. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോളൂ. എത്രാമത്തെ വർഷത്തെ വണ്ടിയാണിത്? ഇത് 2000 മോഡൽ വണ്ടിയാണ്. 2000 മോഡൽ വണ്ടിയാണ്. ഇലക്ട്ര ആയിരുന്നു അല്ലേ? ഇലക്ട്ര ആയിരുന്നു വണ്ടി. ഏത് കളറായിരുന്നു ഇലക്ട്ര? ബ്ലാക്ക് തന്നെ ആയിരുന്നു. ബ്ലാക്ക് തന്നെയായിരുന്നു. ഇതിൽ രണ്ട് മഡ്ഗാർഡ് ഫ്രണ്ടും ബാക്കും വരുന്നത് ചെറിയ മഡ്ഗാർഡാണ്, പ്ലാറ്റിക്. അതായത് ഇതിന്റെ പകുതി കനമേ ഉള്ളത്. ഓക്കെ. അതുപോലെ വണ്ടിയിൽ അലോയ് വീൽസ് ആയിരുന്നു. ഇലക്ട്രയിൽ പൊതുവെ അലോയ് വീൽസ് ആണോ? അല്ല, റിമൂവ് വരുന്ന വണ്ടിയുണ്ട്. ഇത് അലോയ് ആണ് ഇട്ടിരുന്നത്. ഓക്കെ. അപ്പോൾ എന്താ പറയാ, മറ്റേ വാല് പോലെ ഇരിക്കും മഡ്ഗാർഡ്, കുഞ്ഞു മഡ്ഗാർഡ്. ഓക്കെ ഓക്കെ. അപ്പൊ കസ്റ്റമർ ആവശ്യപ്പെട്ടത് പുള്ളിക്ക് സ്റ്റാൻഡേർഡിന്റെ ഔട്ട് വേണമെന്ന് പറഞ്ഞു വണ്ടി. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡിലോട്ട് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് ഗിയർ റൈറ്റ് സൈഡും ബ്രേക്ക് ലെഫ്റ്റ് സൈഡും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതിൽ പോയിന്റ് വരത്തില്ല, പോയിന്റ് വരത്തില്ല. നമ്മൾ എഞ്ചിനൂടെ അതേപോലെ ആക്കാന്നാ വിചാരിച്ചത്. അപ്പൊ ഫസ്റ്റിലെ ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞത് എഞ്ചിന് വേറെ കംപ്ലൈന്റ് ഇല്ല, വണ്ടി പുള്ളി കാനഡയിലാണ്, വണ്ടി വീട്ടിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് വേണ്ടി വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പൊ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തപ്പോ വേറെ കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് ടൈമിംഗ് കയറ്റിയിട്ടില്ല. പക്ഷെ വണ്ടി ഔട്ടായിട്ട് മൊത്തത്തിൽ ഔട്ട്ലുക്ക് നമ്മൾ സ്റ്റാൻഡേർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു എംപ്റ്റി സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്ര അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. ഇലക്ട്ര ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. പക്ഷെ നമ്മളെപ്പോഴും ഈ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കണ്ടേ അവിടെ ഒരു കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ മാറ്റിയിട്ടുള്ള സ്പേസ് എന്തൊക്കെയാണ്? നമ്മൾ 2 അബും 2 റിമ്മും എല്ലാം സെറ്റ് പുതിയതാണ് ഫുള്ള്. പിന്നെ ഫ്രണ്ട് മഡ്ഗാർഡ് അസംബ്ലി, പിന്നെ ഫ്രണ്ട് സ്റ്റമ്പ് നമ്മൾ പുതിയ മോഡലിന്റെ ആക്കി. പിന്നെ ഈ കപ്പ് ഇതിൽ വരത്തില്ലായിരുന്നു, കവർ ട്യൂബ് അത് മാറ്റി. ഡൂമ് സെറ്റ് പുതിയത്, മീറ്റർ, ലോക്ക് സെറ്റ്, ആംബിയർ മീറ്റർ, ത്രോട്ടിൽ, സ്വിച്ചസ്, യോക്ക്, ലിവർ, സ്റ്റിക്കർ എല്ലാം പുതിയതാണ്. ക്രാഷ് ഗാർഡ്, സൈലൻസർ, പിന്നെ ബാക്ക് മഡ്ഗാർഡ് സ്റ്റേ എല്ലാം പുതിയതാണ്. ബാക്ക് ടൈൽ ലാമ്പ് അസംബ്ലി പുതിയതാണ്. സീറ്റ് പുതിയ മോഡലിന്റെ കയറ്റി. ഇത് പുതിയ മോഡലിന്റെതാണ്. ബാക്ക് പുതിയ സ്റ്റിക്കർ വന്നിട്ടുണ്ടല്ലോ, ബുള്ളറ്റ് ഓൺ നമ്പർ വെച്ച്. ഇത് സ്റ്റിക്കർ നേരത്തെ ഉണ്ട്, പക്ഷെ ഒട്ടിക്കാൻ മറക്കുന്നു. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും കൊള്ളാം അത്. പിന്നെ ബാറ്ററി ബോക്സ്, ഒരുപാട് സാധനങ്ങൾ മാറി. അത്യാവശ്യം കുറച്ച് കോസ്റ്റ് ആയ വണ്ടിയാണത്. അപ്പോൾ സ്പെയർ പാർട്സിന് ടോട്ടൽ എത്രയായി? സ്പെയർ പാർട്സ് ടോട്ടൽ എനിക്കൊന്ന് ഒരു 32, 33, 32, 33 അകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. നമ്മൾ റിമ്മ് അബ് എല്ലാം ഫുള്ള് പുതിയതാണ്. ഈ ടാങ്കിൽ ഇപ്പൊ കൊടുത്തേക്കുന്ന ഈ ഒരു ലോഗോ ഇത് പുതിയ മോഡൽ ഒട്ടിച്ചതാണ്. ഇതിൽ നേരത്തെ വേറെ ടൈപ്പ് സ്റ്റിക്കർ ആയിരുന്നു. പെയിന്റ് 14 രൂപ. 14. ഇത് ഇവിടെ ചെയ്ത ലൈൻ ഇട്ടത് തിരുമല തന്നെയാണ് ലൈൻ ഇട്ടത്. ഓക്കെ. ഇപ്പൊ മഡ്ഗാർഡും ബാക്ക് മഡ്ഗാർഡും ഒക്കെ പുതിയതാണെങ്കിൽ നമ്മളത് പെയിന്റ് ചെയ്യും. കാര്യം എന്താണ് പറയണത്, ഇപ്പൊ ഞാൻ കുറ്റം പറയുന്നതല്ല, നമ്മൾ ഒറിജിനൽ പാർട്സ് ആണ് ഉപയോഗിക്കുന്നത്, കമ്പനി പാർട്സ്. പക്ഷെ ഈ മഡ്ഗാർഡ് രണ്ടും പൊട്ടിച്ചപ്പോഴത്തേക്ക് പല ഭാഗത്ത് പെയിന്റ് ആയിട്ടില്ല, ക്ലിയർ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്, മൊത്തം പ്രശ്നമായിരുന്നു. അപ്പൊ നമുക്ക് അത് അങ്ങനെ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പഴയ പോലെ അല്ല, ഇതിന്റെ പാർട്സിന് വേണ്ട വിധമായിട്ടുള്ള ക്വാളിറ്റി ചെക്ക് ഒന്നും നടക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഫിനിഷിംഗ് ഇല്ല. മറ്റത് അങ്ങനെയല്ല, പുതിയത് മേടിച്ച നല്ല ഫിനിഷിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പം 1-2 തവണകളായിട്ട് ഇതിങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും പെയിന്റ് ചെയ്യുന്നുണ്ടാവും, അതിന്റെ കൂടെ അത് അടിച്ചേ പറ്റും, അല്ലെങ്കിൽ 2 ഷെയ്ഡായി. ബ്ലാക്കും അതും വരുന്ന വ്യത്യാസമുണ്ട്. അതെ, എന്തായാലും പെയിന്റിങ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു ബ്ലാക്ക് ഒരു വെറൈറ്റി വെച്ചാൽ എപ്പോഴും ബ്ലാക്കിന് ഒരു പ്രത്യേകതയാണ്. അത്രേ ഉള്ളൂ. വേറെ ഏതൊക്കെ കളറ് എന്താ പറയാ വന്നാലും എനിക്കെന്തോ ഒരു ഈ ബ്ലാക്കിനോടാണ് കൂടുതൽ. എനിക്കും അങ്ങനെ തന്നെയാണ്. ബുള്ളറ്റിന് ബ്ലാക്ക് ആണ് അതിന്റെ. നമുക്ക് ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായി ബ്ലാക്ക് കളർ. അത്രേ ഉള്ളൂ, അത് തന്നെയാണ്. അപ്പൊ പെയിന്റിന് എല്ലാം കൂടി 15 രൂപ. 15 രൂപ നമ്മുടെ ലൈൻ വരച്ചത് അടക്കം. ഇനി ബഫിങ്ങും പ്ലേറ്റിങ്ങും. ഇതില് ബഫിംഗ് ഇല്ല, ആക്ച്വലി ക്രാങ്ക് മാത്രമേ ബഫ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പ്ലേറ്റിംഗ് ആണ്. പ്ലേറ്റിംഗ് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 12 രൂപ 11 രൂപ 12 കൂട്ടിയാൽ മതി. കാര്യം ഇതില് റിമ്മൊന്നുമില്ല, റിമ്മെല്ലാം പഴയതായിരുന്നു. ഓക്കെ. എഞ്ചിൻ കവറായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കൂടെ പ്ലേറ്റ് ചെയ്ത് എവിടെയാണ്? കിളിമാനൂർ പ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഒരാൾ എവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിളിമാനൂർ എവിടെയാണ് ഈ പ്ലേറ്റിംഗിന്റെ? കിളിമാനൂർ ECMF ഇൻഡസ്ട്രീസ് എന്ന്. ECMF ഇൻഡസ്ട്രീസ്, അതാണ് അവരുടെ ഷോപ്പിന്റെ പേര്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്, സെർച്ച് ചെയ്താൽ മതി അല്ലേ, കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ പിന്നെ ലേബർ ഇതിന് 10 രൂപ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു റോഡിന്റെ അപ്പുറം ആയിട്ടാണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ വണ്ടിക്ക് ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര? വണ്ടിക്ക് ടോട്ടൽ കോസ്റ്റ് ഏതാണ്ട് 1,02,500 രൂപ അടുപ്പിച്ചു. 1,02,500. ഓക്കെ. എന്തായാലും അടിപൊളിയായിട്ട്
പണിഞ്ഞിട്ടുണ്ട്, അതിൽ വളരെ സംശയമില്ല. പ്രത്യേകിച്ച് ഇതിലിപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പറയേണ്ടത് ഈ പെയിന്റിംഗ് ആണ് കേട്ടോ. പെയിന്റിംഗ് നല്ല രസമുണ്ട്, എടുത്ത് അട്രാക്റ്റഡ് ആകുന്നതും. ഇപ്പോൾ പൊതുവെ നോർമലി ഇപ്പോൾ ചില വണ്ടികളിലൊക്കെ നമുക്ക് ആ പ്ലേറ്റ് ചെയ്താണ് എടുത്ത് കാണിക്കുന്നത്, പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു പെയിന്റ് ആണ് എടുത്ത് കാണിക്കുന്നത്. അതായത് 1,02,500 രൂപയാണ് നമ്മുടെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡിലോട്ട് ഇലക്ട്ര മാറിയപ്പോഴത്തേക്കായത്. ഈ ഇലക്ട്ര കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും പൈസ ആയത്. അതെ, അല്ലെങ്കിൽ ഇതിനൊരു 55 രൂപ 52 രൂപ ആ റേഞ്ച് ആവത്തുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും കസ്റ്റമർ ഇലക്ട്രയിൽ നിന്ന് സ്റ്റാൻഡേർഡിലോട്ട് മാറാൻ പറഞ്ഞത്? ശരിക്കും ആ ബുള്ളറ്റിന്റെ ലുക്ക് സ്റ്റാൻഡേർഡിനെ കിട്ടത്തുള്ളൂ. അത് ഒരു കാര്യമാണ്. ഇലക്ട്ര അവര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് വർക്കലത്തെ വണ്ടിയാണ്, വർക്കലത്തെ ഫസ്റ്റ് ഇലക്ട്രയാണ്. എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് പറഞ്ഞത്. അപ്പോ ഇതിന്റെ മഡ്ഗാർഡ് വരുന്നതൊക്കെ കുഞ്ഞു മഡ്ഗാർഡാണ്. സ്പ്ലെൻഡറിനൊക്കെ വരുന്ന ടൈപ്പ് ലൈറ്റിംഗ് ആണ് വരുന്നത്. അപ്പൊ ബുള്ളറ്റിന്റെ ലുക്ക് കിട്ടാത്തോണ്ട് ടയർ പഴയതാണല്ലോ. ടയറൊക്കെ പഴയത്. ഓക്കെ, അതാണ് ചിലർ ഇതേപോലെ പെട്ടെന്ന് ആ ഒരു സമയത്ത് ഇറങ്ങുന്ന വണ്ടി ട്രെൻഡിങ് ആയിട്ടുള്ള വണ്ടി എടുക്കും, പിന്നെ വീണ്ടും പഴയ ആ ഒരു അല്ലേ ഇതിലോട്ട് മാറ്റും സ്റ്റാൻഡേർഡിലോട്ട്. എന്തായാലും ഇപ്പൊ നമ്മൾ വർക്ക്ഷോപ്പിൽ തന്നെ വരുന്ന പല ഇലക്ട്രയും അതാണ് ഈ ക്ലച്ച് കവർ വ്യത്യാസം. ബാക്കി എല്ലാം കൺവേർട്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ക്ലച്ച് കവർ കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നത് പഴയ ബുള്ളറ്റുകളില്ലേ അതിന്റെ ഒരു മോഡൽ പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇത് ഇലക്ട്രിക് വരുന്ന ക്ലച്ച് കവറാണ്. കോറൊക്കെ വ്യത്യാസമുണ്ട്, നമുക്ക് എഞ്ചിൻ പൊളിച്ച് ക്രാങ്ക് ഷാഫ്റ്റിൽ വ്യത്യാസം വരുത്താതെ മറ്റേ കവർ ഇതിലിട്ട് അടയ്ക്കാൻ പറ്റില്ല. മനസ്സിലായി. അപ്പോൾ എന്തായാലും 1,02,500 രൂപ ആയിട്ടുള്ള നമ്മുടെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ആണ് ഇത് മുന്നിലിരിക്കുന്നത്. നിങ്ങൾക്കും ഉറപ്പായിട്ടും റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് റീസ്റ്റോറേഷൻ എന്ന് മാത്രമല്ല എന്ത് A to Z പണികളുണ്ടെങ്കിലും നമ്മുടെ ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഷോപ്പ് വരുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്തുള്ള കടയ്ക്കാവൂർ ചെക്കാലുള്ളതാണ്. ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് കഴിഞ്ഞാൽ ഷിജിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് കിട്ടുക. ഇനി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷിജിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ എനിക്ക് മെസ്സേജ് ഇട്ടാലും ഞാനും നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് നമ്പർ തരുന്നതാണ്. ഏറ്റവും നല്ലത് ഷിജിനെ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അടിപൊളി വീഡിയോസ്, ഇതുപോലുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വീണ്ടും നിങ്ങൾ കാണുന്നതാണ്. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.